പിന്നെയും തോൽവി. അവനെന്നെ എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. പഴയ കളി അവസാനിച്ചു. വീണ്ടും കറുക്കൾ നിരത്തി. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേഷ്. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി മലയാളി ഫ്രം ഇന്ത്യ. അപ്പം മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ, നിവിൻ പോളി അഭിനയിച്ച് നമ്മുടെ ഡിജോ ജോസ് ആൻ്റണി ഡയറക്റ്റ് ചെയ്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ്. മൂവി കുറച്ച് ഒറ്റവാക്കി പറയാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ എന്തോ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് മൂവി തന്നെയാണ്. പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിവിൻ പോളിയുടെ ശക്തമായൊരു തിരിച്ചുവരവാണ് ഈ മൂവിയിലൂടെ ഉണ്ടായിരിക്കുന്നത് തന്നെ നിശംശം പറയാൻ പറ്റും. പഴയൊരു നിവിൻ പോളി നമുക്കൊരു ടിപ്പിക്കൽ ഓൾഡ് നിവിൻ പോളി തിരിച്ചു കിട്ടിയെന്ന് പറയാൻ സാധിക്കും. ഇതിനു മുമ്പൊക്കെ ഇറങ്ങിയ നിവിൻ പോളിയുടെ പടങ്ങളെല്ലാം ഫ്ലോപ്പായിരുന്നു ഏകദേശം. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു മൂവിയാണ് ഇത്. ഇത് നിവിൻ പോളി തിരിച്ചു കൊണ്ടുവന്നു. ആ പഴയ നിവിൻ പോളിയുടെ തമാശകളും റൊമാൻറ്റിക്കും സീൻസും അഭിനയം ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നിസ്സംശയം പറയാൻ പറ്റും. അതിന് നമുക്ക് മൂവിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കിടക്കാം. ഈ മൂവിയുടെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തുള്ള കോമഡീസ് ആണ്. നല്ല അടിപൊളിയായ കോമഡീസ് ഇതിൻ്റെ അകത്തുണ്ട്. നല്ല എൻ്റർടൈനിങ് ആയ കോമഡീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അവിടെ ഇവിടെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന സന്ദർഭങ്ങളനുസരിച്ചുള്ള കോമഡികളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ സമകാലിക പ്രസ്തുതിയുള്ള വിഷയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് സംഖ്യകളെ ആവശ്യത്തിന് കളിയാക്കുന്നുണ്ട്, ഇനി സുഡാബികളെ ആവശ്യത്തിന് കളിയാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം മിശ്രം ചാലിച്ച് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം എന്താണെന്നും കേരളം എങ്ങനെയാണെന്നും ഒക്കെ ഇതിൻ്റെ അകത്ത് ഈ സിനിമയിൽ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ സിനിമ. ഇത് തൊട്ടാപ്പൊള്ളുന്ന കുറേ വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് സംവിധായകൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ കാണിച്ച ആർജവത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. അത് ഈ സിനിമയെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ചില സീൻസൊക്കെ ഇതിൻ്റെ അകത്ത് വളരെ 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 നമുക്ക് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാണ് ഇമോഷണൽ സീൻസ്. നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷണൽ സീൻസ് ഈ സിനിമയ്ക്കുന്നുണ്ട്. അതായത് പറയാനാണെങ്കിൽ നമ്മുടെ നിവിൻ പോളി വിദേശത്ത് പോവുകയും അവിടെ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ സൂപ്പർവൈസറായ ഒരു പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. പാകിസ്ഥാൻ അത് വളരെ എൻഗേജിങ് ആയിട്ട് തോന്നി, വളരെ മികച്ചതായിട്ട് തോന്നി. എനിക്കത് വളരെ ഇമോഷണൽ ആയിട്ടും തോന്നി. അവർ തമ്മിലുള്ള ഒരു ബന്ധവും കാണിക്കുന്ന സീൻസൊക്കെ വളരെ ഇമോഷണൽ ആയിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മലയാളികളുടെ ഒരു അസറംഗി ഭായിജാൻ പോലത്തെ ഒരു സിനിമ എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു ടിപ്പിക്കൽ സിനിമ തന്നെയാണ്. അപ്പം പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ഇനി അഭിനയത്തിൻ്റെ മികവുകൾ എടുത്തു നോക്കുവാണ് നിവിൻ പോളി എന്ന് പറഞ്ഞൊരു ഒരു സാധാ ഒരു ഗ്രാമത്തിൽ, ഒരു സാധാ കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തൊക്കെ കാണപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ നമ്മളൊക്കെ പറയുമല്ലോ BJP സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യകൾ, അതിലുള്ളൊരു അങ്ങനെയുള്ളൊരു ആള് പുള്ളിയുടെ കൂട്ടുകാരനായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസനും പുള്ളിയും കൂടെ ഓരോ അബദ്ധങ്ങളും ഒക്കെ പോയി ചാടുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയും ചെയ്യുന്നതാണ് കഥ. അതുപോലെ തന്നെ അനശ്വര രാജൻ എന്ന് പറയുന്ന കൃഷ്ണൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത്. നിവിൻ പോളി പുറം നടക്കുന്ന ഒരു പെണ്ണ്, അത്രേ ഉള്ളൂ. വലിയ റോൾസ് ഒന്നുമില്ല, എന്നാലും ഉള്ളത് പുള്ളിക്കാരി മര്യാദയ്ക്ക് ആയിട്ടുണ്ട്. പിന്നെ മഞ്ജുപിള്ള ഇതിൻ്റെ അകത്ത് ഉഗ്രനായിരുന്നു. മഞ്ജുപിള്ളയുടെ കോമഡീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ വരുന്ന ഒരു മണ്ടത്തില്ല, അത് പുള്ളിക്കാരി അതേപടി അഭിനയിക്കല്ല ജീവിക്കായിരുന്നു തന്നെ പറയാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ സലിംകുമാറിൻ്റെ അകത്തൊരു ടിപ്പിക്കലായുള്ളൊരു ഒരു രാഷ്ട്രീയക്കാരനാണ്, പഴയ രാഷ്ട്രീയക്കാരൻ. അപ്പോൾ കഷ്ടപ്പെട്ടൊക്കെ വന്നൊരു രാഷ്ട്രീയക്കാരനാണ്. എല്ലാവരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള കാര്യം അതേപോലെ വരുന്നൊരു രാഷ്ട്രീയക്കാരൻ. നമ്മുടെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണ്, നമ്മുടെ VS പോലെ അതുപോലെയുള്ള പഴയ ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനാണ് പുള്ളി. അത് ഉള്ള കാര്യം അതേപോലെ പറയും. പിന്നെ പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് സീനുകൾ, പക്ഷെ അടിപൊളിയായിരുന്നു. ഒരു കളക്ടറാണ് പുള്ളി. അപ്പം ഇവർ തമ്മിലൊരു വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരെ വിളിച്ചുകൊണ്ട് പോയത് പരിഹരിക്കുന്ന ഒരു ആളാണ് പുള്ളി. ഇത്രയായിരുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു പാകിസ്ഥാനായിട്ട് അഭിനയിച്ച ആളുടെ പേരെനിക്കറിയത്തില്ല. എൻ്റെ പിന്നെ ഉഗ്രനായിരുന്നു പുള്ളി. അതായത് നമ്മുടെ സൂപ്പർവൈസറായിട്ട് നമ്മുടെ നിവിൻ പുള്ളി ഉഗ്രൻ എന്ന് പറഞ്ഞാൽ വേറെ ഉഗ്രനായിരുന്നു. നിവിൻ പോളിയും തമ്മിലുള്ള കെമിസ്ട്രി
അത്യുഗ്രം. പിന്നെ ഒരു സുഡാനിയായിട്ട് അഭിനയിച്ച ഒരാൾ, ആളുമൊക്കെ അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. ഇവർക്കൊരു ടിപ്പിക്കലായിട്ടുള്ള ആക്ടിങ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് മൂവി. പിന്നെ പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം കോമഡീസ് ആയിരുന്നു, കോമഡി നിറഞ്ഞ് ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറഞ്ഞ് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കി കളഞ്ഞു. കാരണം പാകിസ്ഥാനിയും പുള്ളിയും തമ്മിലുള്ള ആത്മബന്ധവും പിന്നെ കഥ ഞാൻ പറയുന്നില്ല. പിന്നെ പുള്ളി പാകിസ്ഥാനിലോട്ട് പോകുന്ന സീൻസും ഒക്കെ അടിപൊളിയായിരുന്നു, വളരെ വേറെ ലെവലായിരുന്നു. പിന്നെ പുള്ളി ഇതിൻ്റെ അകത്ത് ആദ്യം കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ നിവിൻപോളി ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മാറുകയും നമ്മൾ വിലയിരുത്തുന്ന പോലെ അല്ല മനുഷ്യർ, പാകിസ്ഥാനികളിൽ നല്ല മനുഷ്യരുണ്ടെന്നും പാകിസ്ഥാനി എല്ലാവരും ഒരേപോലെ ഉണ്ടെന്നും ഒക്കെ ഇതിൻ്റെ അത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സിനിമ. അത് നല്ലൊരു സന്ദേശം തന്നെ ഈ സിനിമ നൽകുന്നുണ്ട്. ഇനി ഈ സിനിമ നമുക്ക് ടെക്നിക്കൽ സൈഡ്സിലേക്ക് കിടക്കാം. ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് ആൻ്റണിയാണ് ഡയറക്ഷൻ നല്ല ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ക്രിപ്റ്റ്, അതിനെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് പുള്ളി എടുത്തിട്ടുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് പ്രൊഡ്യൂസർ. പുള്ളിയുടെ പറയേണ്ട കാര്യമില്ലല്ലോ, പുള്ളി ചെയ്ത എല്ലാ പടവും അതാണ്. പിന്നെ കഥ ഹാരിസ് മുഹമ്മദ്, നല്ല വ്യക്തമായൊരു കഥ, പറയാതിരിക്കാൻ വയ്യ. നല്ല ടിപ്പിക്ക് കഥ, ആവശ്യമുള്ള കഥ, ഫീൽ ഗുഡ്, എല്ലാം കൊണ്ടും കൊള്ളായിരുന്നു. പിന്നെയാണെങ്കിൽ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ജാക്കാണ്, അതും കൊള്ളായിരുന്നു. സിനിമാറ്റോഗ്രാഫി പറയാതിരിക്കാൻ വയ്യായിരുന്നു, കുറച്ച് സീൻസൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഉദാഹരണത്തിന് ആ എലി വന്ന് കെണി വീഴുന്നതും അതുപോലെ തന്നെ നായകൻ്റെ പ്രവൃത്തിയും തമ്മിൽ കമ്പയർ ചെയ്ത് കാണിക്കുന്ന സീൻസ് ഇല്ല, അതൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും കളറും എഡിറ്റിങ്ങും ഒക്കെ അടിപൊളിയാണ് ചെയ്തിരിക്കുന്ന ശ്രീത്താണ്. പിന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന റോണക് സേവറാണ്. എല്ലാം ടെക്നിക്സായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. ഇനി ഈ സിനിമയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആകെ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ സോങ്സ് ഒക്കെ ഒരു ആവറേജ് ആയിട്ട് തോന്നി, അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു സിനിമ തന്നെയാണ്. എന്തായാലും നിവിൻ പോളിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പലരും പറയാൻ വേണ്ടി തുനിയുന്ന കാര്യങ്ങളാണ്. അതായത് ഇതിൻ്റെ അത് നമ്മുടെ സലിംകുമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാഷ്ട്രീയക്കാരോട്, നിങ്ങളുടെ ആരെങ്കിലും രക്തസാക്ഷി ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിൻ്റെ ആരെങ്കിലും രക്തസാക്ഷി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, എണീറ്റ് പോടാന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഉഗ്രനായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നതും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്താ ഫലത്തിലാണെങ്കിലും വർഗീയതയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വർഗീയതയുടെ രണ്ട് വശങ്ങളും അതിനെക്കുറിച്ചുമൊക്കെ നല്ല ഡീപ്പായിട്ട് സംവിധായകൻ സംസാരിക്കുന്നു. തൊട്ടപ്പുറന്നൊരു വിഷയം തന്നെയാണ്. പിന്നെ അതൊക്കെ ഒരു പ്രവാസിയായി കഴിയുമ്പം നിവിൻ പോളി മനസ്സിലാക്കുന്നതും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതും എല്ലാ കൂട്ടത്തിലും നല്ല ആൾക്കാരുണ്ടെന്നും അതായത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പാകിസ്ഥാൻ ജയിക്കുന്ന സമയത്ത് പടക്കം പിള്ളേർ പൊട്ടിച്ചപ്പോൾ അത് വർഗീയതയിലോട്ട് ഉണ്ടായ കാര്യങ്ങളും അതുമൊക്കെ ഇതിൻ്റെ നല്ല വ്യക്തമായിട്ട് എന്താ കാരണങ്ങളും ഒരു പ്രശ്നം എങ്ങനെ ആളിക്കത്തിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. ഓവറോൾ ഇത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം എപ്പോഴും നഷ്ടം ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്ക് തന്നെയാണ്. പല ആൾക്കാരും പല കാര്യങ്ങളും നമ്മളെ മുതലെടുക്കുകയാണെന്നാണ് ഈ സിനിമ മൊത്തത്തിൽ പറയുന്നത്. ഇതുപോലൊരു തൊട്ടാപ്പൊള്ളുന്ന പ്രമേയം എടുക്കാൻ ധൈര്യം കാണിച്ച ലിസ്റ്റിനും പിന്നെ ലിജോ ജോസ് ആൻ്റണിക്കും ആദ്യം തന്നെ അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും മൂവി ഇനി ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളി ഫാൻസിന് എന്താണോ ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ പിന്നെ ഒരു കുടുംബചലച്ചിത്രം കാണാൻ പോകുന്നവർക്ക് ഇത് കാണാം. പിന്നെ ആത്മബന്ധങ്ങളും സുഹൃബന്ധങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ വ്യക്തമായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു പടം ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പച്ചയായ കഥ, യാഥാർത്ഥ്യ കഥ, എന്താണ് കേരളം എന്നുള്ളത് ഈ കഥയിൽ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. പലരും എന്തെങ്കിലും കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലും കേരളം ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് ഈ കഥയ്ക്കകത്ത് പറയുന്നുണ്ട് സംവിധായകൻ, പറയാതെ പറയുന്നുണ്ട്. എന്തായാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, 1 ലൈഫ് 1 ഡ്രീം 1 ഫാഷൻ. താങ്ക് യു.